എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജൂലൈ 6-7 തീയതികളിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ LDC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് LDC റാങ്ക് ഫീൽഡ് പുറത്തിറക്കിയിട്ടുണ്ട്. 3 ഓഡിയോ ആണ്, മുൻവർഷ ചോദ്യങ്ങളും ന്യൂസ് ഫാക്ടുകളും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഈ ബുക്ക് ലഭ്യമാണ്. ഇനി അതല്ല എങ്കിൽ 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ്? അപ്പോൾ ഒരു നിയമനമാണെന്ന് പറഞ്ഞു. എന്തിൻ്റെയാണ്? സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആര് എന്നാണ്. അത് ജസ്റ്റിസ് BV നാഗരത്ന. ആരാണ്? ജസ്റ്റിസ് BV നാഗരത്നയാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ സുപ്രീം കോടതിയിൽ നിലവിലെ 2 വനിതാ ജഡ്ജിമാർ മാത്രമേ ഉള്ളൂ. അതിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന BV നാഗരത്ന എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്. അതായത് 2026 പെറുവിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അപ്പൊ 2026 ഏത് രാജ്യത്തിനെയാണ് പെറുവിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് കെയ്കോ ഫുജിമോറി. ആരാണ്? കെയ്കോ ഫുജിമോറി ആണ്. കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. കാരണം ഇവരെന്ത് ചെയ്യുന്നു? ഇപ്പോൾ പ്രസിഡന്റ് ഇലക്ഷനിൽ വിജയിച്ചിരിക്കുകയാണ്. കാരണം ഇത് ആദ്യമായിട്ടല്ല ഈ പറയുന്ന കെയ്കോ ഫുജിമോറി ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതിനു മുൻപ് അവരൊരു 3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. സോ പെറുവിന്റെ പ്രസിഡന്റ് ആയിട്ട് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് കെയ്കോ ഫുജിമോറി ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ഇനി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന കെയ്കോ ഫുജിമോറിയുടെ പിതാവ് എന്ന് പറയുന്നത് അവിടുത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. അതായത് ആൽബർട്ടോ ഫുജിമോറി കേട്ടോ. ആൽബർട്ടോ ഫുജിമോറി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സോ ആൽബർട്ടോ ഫുജിമോറിയുടെ മകളാണ് കെയ്കോ ഫുജിമോറി. ദെൻ കെയ്കോ ഫുജിമോറി റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫോഴ്സ് എന്ന് പറയുന്ന പാർട്ടിയാണ്. സോ അതുകൂടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബയോപിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം GD നായിഡുവിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ വരാൻ പോകുന്നുണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. അതായത് മാധവനാണ് അതിൽ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ GD നായിഡുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് പുറത്തിറങ്ങുന്ന ചിത്രം ഏതാണ്? അത് GDN. എന്താണ്? GDN എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ചിത്രത്തിൽ GD നായിഡുവിന്റെ വേഷം അവതരിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ ഈ പറയുന്ന GD നായിഡു എന്ന് പറയുന്നത് ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ. ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന GD നായിഡു ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. തമിഴ്നാട് സ്വദേശിയാണ്. ദെൻ ഗോപാലസ്വാമി ദുരൈസ്വാമി നായിഡു എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. എന്താണ്? ഗോപാലസ്വാമി ദുരൈസ്വാമി നായിഡു. അതാണ് GD നായിഡുവിന്റെ മുഴുവൻ പേരെന്നുള്ള കാര്യം പഠിക്കുക. ദെൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് മോട്ടോർ നിർമ്മിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് GD നായിഡു. സോ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതമാക്കിയിട്ട് ആസ്പദമാക്കിയിട്ട് വരുന്ന സിനിമയാണ് GDN. ദെൻ അതിൽ എന്താണ് ഈ ഒരു GD നായിഡു വേഷം അവതരിപ്പിക്കുന്നത് മാധവനാണ്. ദെൻ മാധവൻ ആദ്യമായിട്ടല്ല ബയോപിക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലെ. കാര്യം ഇതിനു മുൻപ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ബയോപിക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതായത് നമ്പി നാരായണന്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് റോക്കറ്ററി ദി നമ്പി എഫക്ട് എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്യുകയും അതിനകത്ത് നമ്പി നാരായണന്റെ വേഷം അവതരിപ്പിക്കുകയും ചെയ്ത ആരാണ്? ഈ പറയുന്ന മാധവനാണ്. സോ അതും കൂടെ എന്ത് ചെയ്യുക? ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ മാച്ചാറ്റി ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അപ്പൊ ഇതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ മാച്ചാറ്റി ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. സോ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സപ്പോസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന മാച്ചാറ്റി ഏത് സംസ്ഥാനത്താണ് വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചത്? ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. സോ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ഇതിനു മുൻപൊക്കെ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. എന്നിരുന്നാലും ഈ ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പറയുന്നു. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അത് സാനന്ദ്, ഗുജറാത്തിലെ സാനന്ദിലാണെന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക കേട്ടോ. സാനന്ദിലാണ്, ഗുജറാത്തിലെ സാനന്ദിലാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കുക.
ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് അടുത്തിടെ ദുർഗാ സ്ക്വാഡ് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അപ്പൊ എന്താണ് ദുർഗാ സ്ക്വാഡ് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാര്യം ദുർഗാ സ്ക്വാഡ് അല്ലെങ്കിൽ ദുർഗാ പൂജയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് നമുക്ക് കിട്ടും. ഏതാണ്? പശ്ചിമ ബംഗാൾ കേട്ടോ. അപ്പോൾ ദുർഗാ സ്ക്വാഡ് അടുത്തിടെ ദുർഗാ സ്ക്വാഡ് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളാണ്. അതായത് പ്രധാനമായിട്ടും സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ദുർഗാ സ്ക്വാഡ് പശ്ചിമ ബംഗാൾ ആരംഭിച്ചു എന്നുള്ള കാര്യം പഠിക്കുക. അപ്പോൾ പശ്ചിമ ബംഗാൾ പറഞ്ഞു, ദുർഗാ സ്ക്വാഡ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പശ്ചിമ ബംഗാളിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവേന്ദു അധികാരി. ആരാണ്? സുവേന്ദു അധികാരിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഇതേ ദുർഗാ സ്ക്വാഡിന്റെ ഇതേ മാതൃകയിലല്ലടാ തമിഴ്നാട്ടിൽ എന്ത് ചെയ്തത്? സിംഗപ്പെണ്ണ് എന്ന് പറയുന്ന ഒരു സ്ക്വാഡ് എന്ത് ചെയ്തത്? തമിഴ്നാട് കൊണ്ടുവന്നത്. അതായത് അവിടെയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തമിഴ്നാട് കൊണ്ടുവന്ന ടാസ്ക് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സിംഗപ്പെണ്ണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദുർഗാ സ്ക്വാഡ് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമ ബംഗാളാണ്. രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ആണ്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ടതാണ് ഒരു ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ഇറക്കുന്നില്ല എന്ന് ചോദിച്ചതാണ്. സോ അവരുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ സിലബസും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും. ഇനി അതല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് veranta.talentkerala.com, അതുവഴി പർച്ചേസ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ ഈ രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. 85 90 57 57 10 അല്ലെങ്കിൽ 85 90 57 57 12. ഇതിൽ രണ്ടിൽ ഏതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചികയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട സൂചിക. നമുക്കറിയാം പരീക്ഷകളിൽ പൊതുവെ ഒരുപാട് സൂചികകൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂചികയാണ് സുസ്ഥിര വികസന സൂചിക അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പോൾ 2026 പുറത്തുവിട്ട സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതുള്ളത് ആരാണ്? അത് ഫിൻലാൻഡ് ആണ്. ആരാണ് ഒന്നാമതുള്ളത്? ഫിൻലാൻഡ് ആണെന്നുള്ള കാര്യം പഠിക്കുക. നമ്മൾ എപ്പോഴും പറയും കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമ്മൾ സൂചിക മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം, അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാം സ്ഥാനം നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. മൂന്നാം സ്ഥാനം നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദെൻ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ ആവശ്യമെങ്കിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് ആരാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് എപ്പോഴും ഈ ഒരു സൂചിക എന്നല്ല, ഏതൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൂചികയായാലും ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം, അവസാന സ്ഥാനം, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ദേശീയ തലത്തിലൊരു സൂചികയാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം, രണ്ടാം സ്ഥാനത്ത്, മൂന്നാം സ്ഥാനത്ത് കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് ആണെന്ന് പറഞ്ഞു. ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണ്? സ്വീഡൻ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. സ്വീഡൻ ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. ദെൻ മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്ക് ആണ് കേട്ടോ. മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 94 ആണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. 2025 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 99 ആയിരുന്നു. സോ ഇന്ത്യ കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്രൂവ്മെന്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 94, കഴിഞ്ഞ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 99 ആയിരുന്നു. ഇനി ഏറ്റവും അവസാനം ആരാണ്? അത് ദക്ഷിണ സുഡാൻ കേട്ടോ. ദക്ഷിണ സുഡാനാണ് ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത്. സോ ആ ഒരു കാര്യം കൂടി പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒന്നാമതുള്ളത് ആരാണെന്ന് പറഞ്ഞു, ഫിൻലാൻഡ് ആണ്. പിന്നീട് സ്വീഡൻ, ഡെൻമാർക്ക്, ഇന്ത്യ 94, മുൻപത്തെ റാങ്ക് 99, then ഏറ്റവും അവസാന സ്ഥാനത്ത് ദക്ഷിണ സുഡാൻ ആണെന്ന് പറഞ്ഞു. സോ അത്രയും കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ റീസെന്റ് ആയിട്ട് നമുക്കറിയാം അല്ലെ, നമ്മുടെ ജപ്പാൻ പ്രധാനമന്ത്രി റീസെന്റ് ആയിട്ട് ഇന്ത്യ സന്ദർശിച്ച കാര്യം നമുക്കറിയാവുന്നതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കാനായിട്ട് നാവികസേനാ കപ്പലുകളെ സഹായിക്കുന്ന യൂണിക്കോൺ റഡാർ സംവിധാനം നിർമ്മിക്കുന്നതിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണ്? അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രയൊന്ന് ഓർത്താൽ മതി. യൂണിക്കോൺ എന്ന് പറയുന്ന റഡാർ സംവിധാനം നിർമ്മിക്കുന്നതിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണ്? അത് എളുപ്പമാണേ പഠിക്കാൻ. അപ്പോൾ അതാരാണ്? ജപ്പാനാണ്. അപ്പോൾ യൂണിക്കോൺ എന്ന് പറയുന്ന റഡാർ സംവിധാനം നിർമ്മിക്കുന്നതിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ജപ്പാനാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതായത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്ത് ചെയ്യുക? സഞ്ചരിക്കാനായിട്ട് നാവികസേനാ കപ്പലുകളെ സഹായിക്കുന്നതാണ് ഈ ഒരു റഡാർ സംവിധാനം. ഇനി എന്താണ് യൂണിക്കോണിന്റെ പൂർണ്ണരൂപം? അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയേക്കാം കേട്ടോ. അത് പ്രത്യേകിച്ച് ഡിഗ്രിക്കാരൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. അപ്പോൾ യൂണിക്കോൺ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന. എന്താണ്?
യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന എന്നുള്ളതാണ് യൂണിക്കോണിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അത് പഠിച്ചേക്കെ. അപ്പോൾ യൂണിക്കോൺ എന്ന് പറയുന്ന റഡാർ സംവിധാനം നിർമ്മിക്കുന്നതിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ജപ്പാനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ നമ്മുടെ നാവികസേനാ കപ്പലുകളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു റഡാർ സംവിധാനം. അതിന്റെ പൂർണ്ണരൂപം യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന എന്നുള്ളതാണ്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ധാരണയിലെത്തിയത് എപ്പോഴാണ്? 2026 ജൂലൈ മാസത്തിൽ നമ്മുടെ ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള സനെ തകായിഷി എന്ത് ചെയ്തു? ഇന്ത്യ സന്ദർശിച്ചു. ജപ്പാന്റെ പ്രധാനമന്ത്രി ആരാണ്? സനെ തകായിച്ചിയാണ്. ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. അവർ 2026 ജൂലൈ മാസത്തിൽ എന്ത് ചെയ്തു? ഇന്ത്യ സന്ദർശിച്ചു. ആ സമയത്താണ് എന്ത് ചെയ്തത്? ഇതിലൊരു ധാരണയായത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ കൊണ്ട് മാത്രം കഴിഞ്ഞില്ല കേട്ടോ. ഇതിന് പുറമെ തന്നെ സെമി കണ്ടക്ടറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഹരിതോർജ്ജം. സോ ഇതിനിങ്ങനെ വിവിധ മേഖലകളുടെ വിവിധ മേഖലകൾക്കായിട്ട് 1 ലക്ഷം കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ജപ്പാൻ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജപ്പാന്റെ പ്രധാനമന്ത്രിയാണ്, സനെ തകായിച്ചിയാണ്. ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. 2026 ജൂലൈയിലാണ് എന്ത് ചെയ്തത്? ഇന്ത്യ സന്ദർശിച്ചത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് 2026 ICC വനിതാ T20 ലോകകപ്പ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട്, കാര്യം ഈ ലോകകപ്പിനിടയിൽ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് 2026 ICC വനിതാ T20 ലോകകപ്പ്. ജേതാക്കൾ ഓസ്ട്രേലിയ ആണ്, കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഇപ്പോൾ നടന്നത് 10ാമത്തെ എഡിഷൻ ആണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ 10 എഡിഷനിൽ 7 തവണയും ജേതാക്കൾ ആര് തന്നെയായിരുന്നു? ഓസ്ട്രേലിയ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 10 തവണ നടന്ന ലോകകപ്പിൽ 7 തവണയും കിരീടം നേടിയത് ആര് തന്നെയാണ്? ഓസ്ട്രേലിയ തന്നെയാണ്. പിന്നെ ഉള്ളൊരു 3 എണ്ണം എന്ന് പറയുന്നത്, ഒന്ന് ഇംഗ്ലണ്ട്, അതേപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് കിരീടം നേടിയിട്ടുണ്ട്, പിന്നെ ന്യൂസിലൻഡ് കിരീടം നേടിയിട്ടുണ്ട്. ഇതൊഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി 7 T20 വേൾഡ് കപ്പും വനിതാ T20 വേൾഡ് കപ്പും കിരീടം നേടിയത് ആര് തന്നെ? ഓസ്ട്രേലിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയയുടെ 7ാമത്തെ കിരീടമാണെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കാം. അപ്പോൾ 10ാമത്തെ ലോകകപ്പാണെന്ന് പറഞ്ഞു, ജേതാക്കൾ ഓസ്ട്രേലിയ ആണെന്ന് പറഞ്ഞു. ദെൻ അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സോഫിയ മൊളിനെക്സ് ആണ് കേട്ടോ. സോഫിയ മൊളിനെക്സ് ആണ് അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റനെ കൂടി പഠിക്കാം. ഇനി റണ്ണറപ്പ് ആരാണ്? റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ഇംഗ്ലണ്ട് ആണ് റണ്ണറപ്പ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നടാലി സ്കീവർബ്രണ്ട് ആണ് കേട്ടോ. നടാലി സ്കീവർബ്രണ്ട് പേരോർമ്മയുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ സെഞ്ചുറി നേടിയ, അതുപോലെ തന്നെ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നടാലി സ്കീവർബ്രണ്ട്. അപ്പോൾ നടാലി സ്കീവർബ്രണ്ട് ആണ് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജേതാക്കളായി, അതേപോലെ തന്നെ നമ്മുടെ റണ്ണറപ്പായി. ഇനി വേദിയാണ് വേണ്ടത് അല്ലെ. വേദി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും വെയിൽസും കേട്ടോ. ഇംഗ്ലണ്ടും വെയിൽസിലുമായിട്ടാണ് എന്ത് ചെയ്തത്? ഇത്തവണത്തെ വേൾഡ് കപ്പ് നടന്നത്. ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിവിടങ്ങളിലായിട്ടാണ് 2026 അല്ലെങ്കിൽ 10ാമത് ICC വനിതാ T20 ലോകകപ്പ് നടന്നത്. ഇനി ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇന്ത്യൻ ടീമിനെ നയിച്ചതാരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. പക്ഷേ ഇന്ത്യൻ ടീമിന് സെമിയിലോട്ടൊന്നും എത്താനായിട്ട് സാധിച്ചില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയായിരുന്നു. അപ്പോൾ അതുകൂടെ ഓർത്തേക്കുക. then എത്ര ടീമുകളാണ് പങ്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ടീമുകൾ പങ്കെടുത്തു കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ICC വനിതാ T20 ലോകകപ്പില് 12 ടീമുകൾ പങ്കെടുക്കുന്നത്. 6 വെച്ച് 2 ഗ്രൂപ്പുകളിലായിട്ടായിരുന്നു ഈ ഒരു മത്സരം. പിന്നീട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 2 ടീമുകൾ വീതം സെമി കളിച്ചു. അതിനുശേഷം ഫൈനല്. ടോട്ടൽ 33 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. 12 ടീമുകളും ടോട്ടൽ 33 മത്സരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ആദ്യമായിട്ടാണ് ICC വനിതാ T20 ലോകകപ്പില് 12 ടീമുകൾ മത്സരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഈ ഒരു T20 ലോകകപ്പ് നമ്മൾ എപ്പോഴും പറയും, ഒരു ലോകകപ്പ് അല്ലെങ്കിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യും അല്ലെ. ഇവിടെ നമ്മൾ ഓൾറെഡി തന്നെ ഈ പറയുന്ന ജേതാക്കളും റണ്ണറപ്പും വേദിയും പറഞ്ഞു. ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. ഫൈനലിലെ താരം പറഞ്ഞിട്ടില്ല, ടൂർണമെന്റിലെ താരം പറഞ്ഞിട്ടില്ല, ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് പറഞ്ഞിട്ടില്ല, ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് പറഞ്ഞിട്ടില്ല. സോ അതിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു ഫൈനലിലെ താരവും അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരവും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെത്ത് മൂണി. ആരാണ്? ബെത്ത് മൂണിയാണ്. ഓസ്ട്രേലിയൻ താരമാണ്. അപ്പോൾ ഈ ഒരു ടൂർണമെന്റിലെ താരവും ഫൈനലിലെ താരം ആര് തന്നെയായിരുന്നു? ബെത്ത് മൂണി തന്നെയായിരുന്നു. ദെൻ ഇനി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാനി വ്യാട്ട് ഹോഡ്ജ് കേട്ടോ. ഡാനി വ്യാട്ട് ഹോഡ്ജ് ആണ്. ഇംഗ്ലണ്ട് താരമാണ് കേട്ടോ. ഡാനി വ്യാട്ട് ഹോഡ്ജ് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ചിലപ്പോൾ പേരൊക്കെ നമുക്ക് വായിക്കാത്ത കൊള്ളാനായിട്ട് കുറച്ച് പാടായിരിക്കും, എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഡാനി വ്യാട്ട് ഹോഡ്ജ് ആണ് എന്ത് ചെയ്തത്? ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. ദെൻ ഇംഗ്ലണ്ടിന്റെ താരമാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എന്ന് പറയുന്നത് ശ്രീചരണി കേട്ടോ. ശ്രീചരണിയാണ്. ശ്രീചരണി ഇന്ത്യക്കാരിയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ശ്രീചരണിയാണ് എന്നുള്ള കാര്യം പഠിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് പറഞ്ഞു, റൺസ് പറഞ്ഞു. ദെൻ ടൂർണമെന്റിലെ താരവും ഫൈനലിലെ താരവും ആര് തന്നെയാണ്? ബെത്ത് മൂണി തന്നെയാണ് കേട്ടോ. ബെത്ത് മൂണിയാണ്. സോ അതും കൂടെ ഒന്ന് പഠിക്കുക. ബെത്ത് മൂണി എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ താരമാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക.
ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗർ ആണെന്ന് പറഞ്ഞു. ദെൻ ഈ ഒരു ടൂർണമെന്റിൽ ഇടയിൽ വെച്ച് ഹർമൻപ്രീത് കൗർ ഒരു വളരെ പ്രധാനപ്പെട്ട നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ താരം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരം എന്ന് പറയുന്ന റെക്കോർഡ് ആര് സ്വന്തമാക്കി? ഹർമൻപ്രീത് കൗർ സ്വന്തമാക്കി. കാരണം പുരുഷ ക്രിക്കറ്റിൽ പോലും ഇതുവരെ ആരും 200 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ ആദ്യമായിട്ട് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു താരം 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അത് ഹർമൻപ്രീത് കൗർ ആണ്. കഴിഞ്ഞില്ല, മറ്റൊരു ഇന്ത്യൻ താരം ഉണ്ടായിരുന്നു, നമ്മുടെ ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മയും ഇതിനിടയിൽ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ, അതായത് ടെസ്റ്റ്, ഏകദിനം, T20 ഉൾപ്പെടെ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം എന്ന് പറയുന്ന നേട്ടം ജുലൻ ഗോസ്വാമിയെ മറികടന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനൊപ്പം ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നീട് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു T20 വേൾഡ് കപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നെതർലൻഡ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് നെതർലൻഡ് എന്ത് ചെയ്തു? ഒരു ICC വനിതാ T20 ലോകകപ്പ് കളിച്ചു എന്ന് പറയുന്നൊരു പ്രത്യേകതയും ഇത്തവണ ഉണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നും അല്ലെങ്കിൽ പോലും ജേതാക്കൾ ആരാണ്, റണ്ണറപ്പ് ആരാണ് എന്നുള്ളൊരു കാര്യമെങ്കിലും നിങ്ങളൊന്ന് പഠിക്കുക. ദെൻ ഇത്തവണത്തെ T20 വേൾഡ് കപ്പിൽ മലയാളികൾ ആരും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അതും കൂടെ മനസ്സിലാക്കിയേക്കുക. ഇനി വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ T20 വേൾഡ് കപ്പ്. സോ അതിനിടയിൽ തന്നെ പറയാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുകയാണ്. കാരണം ഇനി വരുന്നൊരു പരീക്ഷയ്ക്ക് ഏറ്റവും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ല ചോദ്യമാണ് കേട്ടോ ഇത്. അതായത് ICC വനിതാ ലോകകപ്പിന്റെ ഫൈനലിൽ അമ്പയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? എന്താണ്? ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ അമ്പയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അപ്പോൾ അത് വൃന്ദ ഘൻശ്യാം റാത്തി കേട്ടോ. വൃന്ദ ഘൻശ്യാം റാത്തിയാണ്. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ അമ്പയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് വൃന്ദ ഘൻശ്യാം റാത്തിയാണ്. അപ്പോൾ ഈ ഒരു പേര് കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ വൈഭവ് സൂര്യവംശിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ്? എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ്? അത് വൈഭവ് സൂര്യവംശി ആണെന്നുള്ള കാര്യം പഠിക്കുക. ആരെയാണ് മറികടന്നെന്നുള്ള കാര്യം നമുക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് മറികടന്നത്. ദെൻ വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം ഏത് ടീമിനെതിരെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരെ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യമുണ്ട്, നമുക്ക് നിരാശയുള്ള കാര്യമാണ്. അതായത് നമ്മുടെ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസണ് പകരമായിട്ടാണ് വൈഭവ് സൂര്യവംശി എന്ത് ചെയ്തത്? കളിച്ച്. സോ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഇടിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം ഇപ്പോഴത്തെ PSCയുടെ പരീക്ഷാ പാറ്റേൺ ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം തരാതെ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കാം. ആർക്ക് പകരക്കാരനായിട്ടാണ് ഈ പറയുന്ന വൈഭവ് സൂര്യവംശി ഇംഗ്ലണ്ടിനെതിരെ കളിച്ചത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒന്ന് മനസ്സിലാക്കിയേക്കുക. സഞ്ജു സാംസണ് പകരമായിട്ടാണ് കളിച്ചത്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. വൈഭവ് സൂര്യവംശിയെ പറ്റി ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, അറിയാമല്ലോ. നമ്മുടെ IPL കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. IPL ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ഈ പറയുന്ന വൈഭവ് സൂര്യവംശിയുടെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ വൈഭവ് സൂര്യവംശി കളിക്കുന്ന ടീം രാജസ്ഥാൻ റോയൽസ് ആണെന്ന് അറിയാം. ഇപ്പോൾ പിന്നെ 2026 കഴിഞ്ഞ IPL പറയേ വേണ്ട അല്ലേ? ഏറ്റവും കൂടുതൽ റൺസ്, അതുപോലെ തന്നെ എമർജിംഗ് പ്ലെയർ, അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്, ഇതൊക്കെ ആർക്കായിരുന്നു? വൈഭവ് സൂര്യവംശിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2026 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയത് ആരാണ്? അപ്പോൾ 2026 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയത് ആരാണ്? ചാൾസ് ലെക്ലർക്ക്. ആരാണ്? ചാൾസ് ലെക്ലർക്ക് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർക്കുക. സോ ഇതിന്റെ ബാക്കി ഇനിയും നടക്കാനുണ്ട്. ദെൻ ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഗ്രാൻഡ് പ്രിക്സ് കിരീടം ആർക്കാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് 2026 ജൂലൈയിൽ അന്തരിച്ച പാണ്ഡവാനി കലാകാരി ആരാണ്? അപ്പോൾ പാണ്ഡവാനി കലാകാരി ആരാണ്? ഇതൊരു കലാരൂപമാണ് ഈ പറയുന്ന പാണ്ഡവാനി എന്ന് പറയുന്നത്. അതായത് പാണ്ഡവരുടെ കഥ എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. പാണ്ഡവാനി കലാരൂപം എന്ന് പറയുന്നത് ഒരു നാടോടി കലാരൂപമാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ മഹാഭാരതത്തിലെ കഥകൾ കുറച്ച് സംഗീതത്തിൻ്റെയും വാദ്യോപകരണങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി പറയുന്ന ഒരു കലാരൂപമാണ് ഈ പറയുന്ന പാണ്ഡവനി കലാരൂപം എന്ന് പറയുന്നത്. സോ അതിന് വളരെ ശ്രദ്ധേയായ അല്ലെങ്കിൽ ആ കലാരൂപത്തെ ലോകത്തിന്റെ എന്താണ് അടുത്തേക്ക് എത്തിച്ച ഒരു കലാകാരിയാണ് തീജൻ ബായി എന്ന് പറയുന്നത്. അവർ 2026 ജൂലൈ മാസം അന്തരിച്ചു. സോ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ തീജൻ ബായി ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ഡവനി കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ പാണ്ഡവനി കലാരൂപം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഛത്തീസ്ഗഡ് ആണ്. അപ്പോൾ ഛത്തീസ്ഗഡിലെ കലാരൂപമാണ് എന്തെന്ന് പറയുന്നത് പാണ്ഡവനി കലാരൂപം. സോ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക.
ഇനി അതുപോലെ തന്നെ ഈ ഒരു തീജൻ ഭായിക്ക് കുറെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സംഗീത നാടക അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് 1995. അതേപോലെ തന്നെ പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് പത്മശ്രീ 1987 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. 2003 പത്മഭൂഷൺ കിട്ടുന്നത്. അതിനുശേഷം 2019 പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയും പ്രധാനപ്പെട്ട ബഹുമതികളൊക്കെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന തീജൻ ഭായി എന്ന് പറയുന്നത്. മറക്കരുത്, ഏത് കലാരൂപമാണ്? പാണ്ഡവനി കലാകാരിയാണ്. പാണ്ഡവനി കലാരൂപം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലെ പ്രമേയം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ കഥകളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ടാലന്റിന്റെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കാണ്. അതായത് പോലീസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക്. പോലീസ് ഡ്രൈവറിന് മാത്രമല്ല, നിങ്ങൾക്ക് ഫയർമാൻ ഡ്രൈവറിനും സിഇഒ ഡ്രൈവറിനും APO ഡ്രൈവറിനും ഒക്കെ ഈ ഒരു പുസ്തകം ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ 2024-25 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള verandaru.talentkerala.com ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ 85 90 57 57 10 അല്ലെങ്കിൽ 85 90 57 57 12 ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ്, സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണെന്ന് പറഞ്ഞു. അത് ജസ്റ്റിസ് BV നാഗരത്നയാണ്. അതിനുശേഷം 2026 പെറുവിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? കെയ്കോ ഫുജിമോറിയാണ്. അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിനുശേഷം പറഞ്ഞത് GD നായിഡുവിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ടൊരു ചിത്രം പുറത്തിറങ്ങുന്നു. ചിത്രത്തിന്റെ പേര് GDN എന്നാണ്. ചിത്രത്തിൽ GD നായിഡുവായിട്ട് വേഷമിടുന്നത് മാധവനാണ്. GD നായിഡു അറിയപ്പെടുന്നത് ഇന്ത്യയുടെ എഡിസൺ എന്നാണ്. അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ മാച്ച ടീ ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അസം ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് പഠിക്കുക. അതിനുശേഷം ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഗുജറാത്തിലെ സാനന്ദിലാണ്. അതിനുശേഷം അടുത്തിടെ ദുർഗാ സ്ക്വാഡ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദുർഗാ സ്ക്വാഡ് ആരംഭിച്ചത് പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ദുർഗാ സ്ക്വാഡ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിംഗപ്പെൺ എന്ന് പറയുന്ന ടാസ്ക് ഫോഴ്സ് ഓർമ്മ വരണം. സിംഗപ്പെൺ എവിടെയാണ്? ആ പേരിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, തമിഴ്നാട്ടിലാണ്. അതിനുശേഷം പറഞ്ഞത് 2026 പുറത്തുവിട്ട സുസ്ഥിര വികസന സൂചികയാണ്. ഫിൻലൻഡ് 1ാമതാണ്, ഇന്ത്യ 94ാമതാണ്. കഴിഞ്ഞ തവണ ഇന്ത്യ എത്രാമതായിരുന്നു? 99ാമതായിരുന്നു. അതിനുശേഷം പറഞ്ഞത് യൂണിക്കോൺ എന്ന് പറയുന്ന ഒരു റഡാർ സംവിധാനം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അല്ലെ. അപ്പോ യൂണിക്കോൺ എന്ന് പറയുന്ന റഡാർ സംവിധാനം നിർമ്മിക്കുന്നതിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നത് ജപ്പാനാണ്. യൂണിക്കോണിന്റെ പൂർണ്ണരൂപം യൂണിഫൈഡ് കോംപ്ലക്സ് റേഡിയോ ആന്റിന എന്നുള്ളതാണ്. അതിനുശേഷം ഇത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കാനായിട്ട് നാവികസേന കപ്പലുകളെ സഹായിക്കുന്നതാണ് ഈ ഒരു സംവിധാനം. അതുകൂടെ മനസ്സിലാക്കുക. അതിനുശേഷം പറഞ്ഞത് 2026 ICC വനിതാ T20 ലോകകപ്പ് ഇപ്പോൾ നടന്നത് 10ാമത്തെ എഡിഷനാണ്. ജേതാക്കൾ ഓസ്ട്രേലിയ, റണ്ണറപ്പ് ഇംഗ്ലണ്ട്, വേദി ഇംഗ്ലണ്ടും വെയിൽസും ആണ്. അതിനുശേഷം വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് ഒരു നേട്ടം സ്വന്തമാക്കി. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം വൈഭവ് സൂര്യവംശിയാണ്. അതിനുശേഷം പറഞ്ഞത് 2026 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സിൽ കിരീടം നേടിയത് ആരാണ്? ചാൾസ് ലെക്ലർക്കാണ്. അതിനുശേഷം തീജൻ ഭായി എന്ന് പറയുന്ന ഒരു പാണ്ഡവനി കലാകാരി എന്ത് ചെയ്തു? അന്തരിച്ചു എന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. ഛത്തീസ്ഗഡിലെ കലാരൂപമാണ് ഈ പറയുന്ന പാണ്ഡവനി കലാരൂപം എന്ന് പറയുന്നത്. നമ്മുടെ മഹാഭാരത കഥയെ എന്ത് ചെയ്യുന്നു? അത് കുറച്ച് സംഗീതത്തിന്റെയും അതുപോലെ തന്നെ വാദ്യങ്ങളുടെയും ഒക്കെ സഹായത്തോടെ പറയുന്ന രീതിയിലുള്ള ഒരു കലാരൂപമാണ് പാണ്ഡവനി കല. അപ്പൊ അതുകൊണ്ടൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്? അജയ് ഭല്ലയാണോ, വിവേക് അഗർവാൾ ആണോ, TV സോമനാഥൻ ആണോ, രാജീവ് കുമാർ ആണോ? അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഒന്ന് കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, കേരള സർക്കാർ പോലീസ് സ്റ്റേഷനുകളിലെ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? അപ്പോൾ അത് ക്ലീൻ ആണോ, സ്പേസ് ആണോ, സ്മാർട്ട് ആണോ, സേഫ് ആണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 വ്യോമസേനയുടെ ദക്ഷിണ വ്യോമ കമാൻഡിന്റെ എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ്? അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ജസ്വീർ സിംഗ് മാനാണ്. സോ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം, ഗ്രാമവികസന പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനപ്രകാരം രാജ്യത്തെ ഗ്രാമസഭകളിൽ ഏറ്റവും കൂടുതൽ വനിതാ പങ്കാളിത്തമുള്ള സംസ്ഥാനം ഏതെന്നാണ്? നമുക്കറിയാം അല്ലെ, നമ്മുടെ കേരളമാണ്. സോ അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂലൈ 6, 7 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.